കേരളത്തിലെ 60ഓളം വരുന്ന വിവിധങ്ങളായ ദലിത് ആദിവാസി സംഘടനകൾ, KPMS സാബോ മഹാസഭ തുടങ്ങിയ CSDS അടക്കമുള്ള വ്യത്യസ്തങ്ങളായ സമുദായ സംഘടനകൾ അമ്പേട്ടായിട്ട് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും കുയ്യേലപ്പച്ചൻ്റെയും എല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചേരമർ സംഘം അടക്കമുള്ള വ്യത്യസ്ത സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് നിതിൻ രാജിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നേ ദിവസം കേരള ഹർത്താൽ ആചരിക്കുന്നത്. ഈ ഹർത്താൽ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഈ ഹർത്താലിൽ ഇവിടെ ഉള്ളതുപോലെ വ്യത്യസ്തങ്ങളായ സമുദായ സംഘടനാ നേതാക്കൾ ഒറ്റക്കെട്ടായി ഈ പ്രക്ഷോഭത്തിൽ അണിചേർന്നിരിക്കുകയാണ്. സംഘടനാപരമായ വിഭാഗീയതകളില്ല. ദലിതർക്ക് നേരെ, ആദിവാസികൾക്ക് നേരെ ഇത്തരം വലിയൊരു ഹീനമായ മനുഷ്യാവകാശ ലംഘനം അരങ്ങേറിയ സാഹചര്യത്തിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ആബാലവൃദ്ധം ദലിതരും ആദിവാസികളും സമുദായ നേതാക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേരളത്തിലെ അടിസ്ഥാന ജനത ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ അധ്വാനിക്കുന്ന, കേരളത്തെ തീറ്റിപ്പോറ്റുന്ന, കേരളത്തിൽ വിയർപ്പൊഴുക്കുന്ന അടിസ്ഥാന ജനസമൂഹം അവരുടെ ഏറ്റവും വലിയ ഒരു ധർമ്മ സമരമായി, നീതിക്ക് വേണ്ടിയുള്ള സമരമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ നിതിൻ രാജ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ നിതിൻ രാജിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ സമരം ഇന്ന് കേരളമാകെ ഇതേപോലെ ഈ ചൂടിൽ പോലും അതിശക്തമായി തുടരുകയാണ്. ഞങ്ങൾ പറയുന്നു, നിതിൻ രാജിന്റെ കൊലപാതകം അത് കൃത്യമാണ്. അവിടെ ഫോറൻസിക് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായി ഇന്റേണൽ ബ്ലീഡിങ്ങിന് വിധേയമാകുന്ന രീതിയിൽ അതിശക്തമായ മർദ്ദനം ആ മാനേജ്മെന്റിന്റെ അറിവോടെ ഈ റാം എന്ന് പറയുന്ന ക്രിമിനലായ അധ്യാപകനും നിതിൻ രാജിനെ 5 മാസമായി നിരന്തരമായി ജാതിയുടെ, നിറത്തിന്റെ ഒക്കെ പേരിൽ വേട്ടയാടുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അധ്യാപകരും പ്രിൻസിപ്പാളും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ആ കൊച്ചനുജനെ ക്രൂരമായി ആക്രമിച്ച് കൊല ചെയ്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രമാദമായ ഒരുപാട് കേസുകൾ മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും കഴിയുന്ന ഒരു പോലീസ് സംവിധാനമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്, കേരളത്തിലെ പോലീസിന് ഇത്ര ദിവസമായിട്ടും ഈ കുറ്റവാളിയായ റാമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്തത്? അയാളെ അറസ്റ്റ് ചെയ്യാതെ ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പിൻബലത്തോടെ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനും അവർക്ക് ജാമ്യം കൊടുക്കാനും വേണ്ടിയൊക്കെയുള്ള ഗൂഢാലോചനയിലാണ് കേരള പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറ്റവാളികൾ ഇവിടെ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്, പോലീസിന്റെ മൂക്കിന്റെ താഴെയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാതെ അങ്ങ് നോയിഡയിൽ പോയി ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു കള്ളക്കഥ മെനഞ്ഞിട്ട് ലോൺ എടുത്താണ് വിദേശത്ത്, കേരളത്തിലെ മലയാളികളായ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്താണ്. ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്താണ്. ലക്ഷങ്ങൾ വായ്പയെടുത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വദേശത്തും വിദേശത്തും വിദ്യാഭ്യാസം ചെയ്യുന്ന ഈ കേരളത്തിൽ 15,000 രൂപ വായ്പയെടുത്ത് ഒരു EMI മുടങ്ങിയതിന്റെ പേരിൽ മിടുക്കനായ സമർത്ഥനായ നിതിൻ രാജിനെ പോലൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യും എന്ന ഒരു നുണ കേരളത്തിലെ മാധ്യമ പിന്തുണയോടെ, മാധ്യമങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരം വാർത്തകൾ വരുമ്പോൾ പോലീസ്, കണ്ണൂർ SP ആ നുണയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് നോയിഡയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ലോണാപ്പിന്റെ ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. നമ്മുടെ കേരളം പോലും കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് നിൽക്കുന്ന ഒരു കേരളം അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടേ? ഈ ഭരണകൂടം തന്നെ അപ്പോൾ ലോണിലാണ് ഈ കേരളം പോകുന്നത്. അവിടെ നിതിൻ രാജിന്റെ കാര്യം മാത്രം, അവനെ ജാതി പറഞ്ഞ് പട്ടി എന്ന് വിളിച്ചു. ആ അധ്യാപകൻ അറിയാവുന്ന പ്രിയപ്പെട്ട വാക്കുകളെല്ലാം നിതിൻ രാജിനെ വിളിച്ചു. അയാളുടെ അച്ഛന്റെ അമ്മയുടെ പേരിട്ട് വിളിച്ചു. അങ്ങനെ ആക്ഷേപിച്ചു. അവസാനം നിതിൻ രാജിനെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് അവിടുത്തെ സഹപാഠികൾ, വ്യത്യസ്തങ്ങളായ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആ വിദ്യാർത്ഥികൾ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എന്താ?
ഞങ്ങൾക്കിടയിൽ നിന്ന് ധീരനായി പ്രതികരിച്ച ഒരേ ഒരു വിദ്യാർത്ഥി നിതിൻ രാജാണ്. അന്തസ്സോടെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചു. തന്റെ അനീതിക്ക്, തന്റെ ട്രയലിന്, ഈ ജാതി വിചാരണയ്ക്ക് വിധേയനാകാൻ മനസ്സില്ല എന്ന് പറഞ്ഞ തന്റെ ഇടമുള്ള അഭിമാനിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ്. സഹപാഠികൾ പറയുന്നു അവൻ അങ്ങേയറ്റം മിടുക്കനായിരുന്നു, ഉന്നതമായി പഠിച്ച് എൻട്രൻസ് പരീക്ഷ പാസ്സായി, എന്നിട്ട് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ നിതിൻ രാജാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിതിൻ രാജിന്റെ കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന ഈ ഹർത്താലിൽ ഞങ്ങൾ പറയുന്ന ഒന്നാമത്തെ കാര്യം, എത്രയും വേഗം കേരള പോലീസ്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടം മണ്ഡലത്തിൽ നടന്ന ഈ കുറ്റകൃത്യത്തിൽ ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ട് ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? അവരെല്ലാം കൈകഴുകി. കാരണം കൊല ചെയ്യപ്പെട്ടത് ഒരു ദളിതനാണ്, കൊല ചെയ്യപ്പെട്ടത് ഒരു പട്ടികജാതിക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, എത്രയും വേഗം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ജാമ്യം കിട്ടാൻ ഈ പ്രതികൾക്ക് അർഹതയില്ല. ജാമ്യം കൊടുക്കാതെ അവർ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. മറ്റൊന്ന് ഞങ്ങൾ പറയുന്നു, നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി മിടുക്കനാണ്, ഒരു എക്സ്പെർട്ടായ ഡെന്റിസ്റ്റ് ആയിട്ട് അയാൾ പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ പോയി വലിയ നിലയിലുള്ള പ്രൊഫഷണൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ട ഒരു വിദ്യാർത്ഥി, അവന്റെ ബന്ധുക്കളെ, അവന്റെ കുടുംബങ്ങളെ, നാടിനെ സപ്പോർട്ട് ചെയ്യേണ്ട വാല്യൂസ് മുറുകെ പിടിച്ച ഒരു വിദ്യാർത്ഥി, അയാൾ ഭാവിയിൽ എന്താകുമായിരുന്നു അതിന്റെ നഷ്ടം, കോമ്പൻസേഷൻ അങ്ങനെ കണക്കാക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ആ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഇവിടെ ഓരോന്നിനൊക്കെ പണം മുടക്കുന്നത് നമുക്കറിയാമല്ലോ. കണ്ണട വാങ്ങാനും പിന്നെ വിദേശത്ത് പോകാനും ചികിത്സിക്കാനും ഒക്കെ പണമുള്ള ഒരു ഗവൺമെന്റും അതിനെ നയിക്കുന്നവർക്ക് നിതിൻ രാജിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ 10 കോടി കൊടുക്കാം. ഇനി അതിന് അമാന്തം കാണിച്ചാൽ ഞങ്ങൾ പറയുന്നു 300 ഏക്കർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പുറമ്പോക്ക് ഭൂമിയാണ് അവിടെ പിടിച്ചെടുത്ത് ഈ കോളേജ് നടത്തുന്നത്. സ്വന്തം ഭൂമിയിലല്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ഭൂരഹിതർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. അനധികൃതമായ ഭൂമിയിലാണ്, 300 ഏക്കർ ഭൂമിയിലാണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്, ഈ ഡെന്റൽ കോളേജ്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ദളിതർ ഒറ്റക്കെട്ടായി പറയുന്നു, നിതിൻ രാജിനെ കൊല ചെയ്ത, നിതിൻ രാജിന്റെ ചോര വീണ ആ മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ് അടച്ചു പൂട്ടണം. ഇനി അങ്ങനെ ഒരു കോളേജ് വേണ്ട. ഈ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് ഞങ്ങൾ പറയുന്നു. മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ പെൺകുട്ടികളായാൽ അവരെ ബോഡി ഷേവിംഗ് നടത്തുക, അല്പം വണ്ണം വെച്ചാൽ അവരെ പന്നി എന്ന് വിളിക്കുക, പലതരത്തിലുള്ള പര്യായങ്ങൾ പറയുക, അങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അങ്ങനെ പരിഹസിക്കുകയും ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലാൻ പറയുന്നു, പെൺകുട്ടികളോട് സഹപാഠികളായ ആൺകുട്ടികളെ തല്ലാൻ പറയുന്നു. അധ്യാപനമാണോ? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് റൂം എന്ന് പറയുന്ന ലേണിംഗ് സെന്റേഴ്സ് ആണ്. അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, ദൈക്ഷണികതയുടെ ഉത്സവമാണ് നമ്മുടെ ക്യാമ്പസുകൾ. അവിടെ ഇത്തരത്തിലുള്ള ക്രൂരത പ്രവർത്തിക്കുന്ന, ഇത്തരത്തോളം ജാതി വംശീയവാദികളായ അധ്യാപകരെ എന്ന് വിളിക്കാൻ അവർ അർഹരല്ല. അതുകൊണ്ട് നിതിൻ രാജിന്റെ കൊലക്കുത്തരവാദിയായ സംഗീത നമ്പ്യാരുടെയും അതേപോലെ ഈ റാമിന്റെയും കൂട്ടുനിന്ന പ്രിൻസിപ്പാളിന്റെയും എഡ്യൂക്കേഷനിലായിട്ടുള്ള അവരുടെ അംഗീകാരം റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. അവർക്കിനി ആരെയും പഠിപ്പിക്കാൻ യോഗ്യതയില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ലോകം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡെമോക്രസിയാണ്. ലോകമെമ്പാടും വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നത് വ്യക്തികളുടെ ബഹുസ്വരമായ ഐഡന്റിറ്റികളെ, അവരേത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, അവൻ ഏഷ്യനായാലും ആഫ്രിക്കനായാലും കറുത്തവനായാലും വെളുത്തവനായാലും അങ്ങനെയുള്ള വൈവിധ്യങ്ങളെ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒന്നാണ് പുതിയ കാലത്തിന്റെ പെഡഗോഗിക്കൽ പ്രാക്ടീസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരവരുടെ ഐഡന്റിറ്റി അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുള്ളത്, യൂറോപ്പിലുള്ളത്, ലോകത്തെവിടെയുമുള്ളത്. അതേപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനീതി നിറഞ്ഞ, അസമത്വം നിറഞ്ഞ, ജാതി പൂത്തുലയുന്ന ഇന്ത്യൻ സമൂഹത്തിൽ
വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ജോലി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല. അതിനപ്പുറം വ്യവസ്ഥയെ തിരുത്താൻ കഴിയുന്ന വിമോചന പ്രവർത്തനമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് പ്രിയങ്കനായ രോഹിത് വെമുല അംബേദ്കറിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയെ പിച്ചി ചീന്തുന്ന വർണ്ണ വ്യവസ്ഥയെ ചോദ്യം ചെയ്തു. അംബേദ്കർ ചിന്തകളെ ഉയർത്തിപ്പിടിച്ചു. ആ രോഹിത് വെമുലയെ കൊന്ന് കുഴിച്ചുമൂടിയ വെമുല ഇൻസിഡന്റിന് ശേഷം ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർത്തി ദളിതരായ വിദ്യാർത്ഥികൾ, ആദിവാസികളായ വിദ്യാർത്ഥികൾ JNUവില്, DUവില്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, ഒസ്മാനിയയിൽ, ഇഫ്ലുവിൽ, ഇന്ത്യയിലെമ്പാടുള്ള യൂണിവേഴ്സിറ്റിയിൽ അംബേദ്കർ ചിന്തകൾ ഏറ്റുവാങ്ങുന്ന ഒരു പുതിയ അക്കാദമിക് ലോകം വന്നു. അവർ വർണ്ണജാതി വ്യവസ്ഥയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ വിപ്ലവം ഉയർത്തിപ്പിടിച്ചു. എങ്കിൽ ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇതുപോലുള്ള കലാലയങ്ങളിൽ ജാതിയുടെ പ്രിവിലേജ് ഉയർത്തി അത് വെച്ചുകൊണ്ട് അധ്യാപകരായി വരുന്നവർ ജാതി വ്യവസ്ഥയെ പുനരുൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുതരം കേന്ദ്രങ്ങളായി വിദ്യാഭ്യാസ മേഖല മാറുന്നു. അതുകൊണ്ട് രജനി എസ് ആനന്ദ് ആത്മഹത്യ ചെയ്ത ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ തരത്തിലുള്ള അനീതികൾ അവസാനിപ്പിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രിയമുള്ളവരെ, നിതിൻ രാജ് കൊല ചെയ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരം കഴിഞ്ഞ ജനുവരി 29 UGC ഡിക്വിറ്റി കോഡ് വരികയും ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ആന്റി ഡിസ്ക്രിമിനേറ്ററി ലോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പിന്നാലെയാണ് നിതിൻ രാജ് കൊല ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ സംവിധാനങ്ങൾക്ക്, UGC അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൈ കഴുകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു, ഇനി ഒരു നിതിൻ രാജ് ഉണ്ടാകരുത്. ഇനി ഒരു വിദ്യാർത്ഥി പോലും, ഫാത്തിമ നമുക്കറിയാം ചെന്നൈ IITയിൽ ഇതേപോലെ കൊല ചെയ്യപ്പെട്ടു. കാരണം എന്താ? മുസ്ലിം കുട്ടിയായതിന്റെ പേരിൽ. അപ്പൊ ഇന്ത്യൻ ക്യാമ്പസുകളിൽ ദലിത്, ആദിവാസി, മുസ്ലിം കുട്ടികൾ IITകളിൽ 13,500 കുട്ടികളാണ് പഠനം നിർത്തി വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നത്. ജാതി പീഡനം സഹിക്കാൻ വയ്യാതെ NEP എന്നും PM ശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണിക്കൽ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഈ പിൻബലത്തിലാണ് ക്യാമ്പസുകളിലെ ഈ ജാതിബോധമുള്ള അധ്യാപകരും കുറച്ചൊക്കെ മറ്റു മാനേജ്മെന്റ് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിൽ ദളിതരെ പുറന്തള്ളുന്നു, അവരെ പുറകോട്ടടിക്കുന്നു. മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ച് പഞ്ചമിയുടെ കരം പിടിച്ച് പള്ളിക്കൂടത്തിൽ കയറിയ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ബാബാ അംബേദ്കർ വിദ്യാഭ്യാസത്തിന്റെ ആകാശങ്ങൾ കീഴടക്കി ലോകവിജ്ഞാനത്തെ കൊടുപിടി കീഴടക്കി ഇന്ത്യയിലേക്ക് വന്ന് പോരാട്ടം നടത്തിയ അംബേദ്കർ അദ്ദേഹം എഴുതിയ ഭരണഘടന വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇന്ത്യൻ ക്യാമ്പസുകളിലെ ഈ ജാതി വ്യവസ്ഥയും വർണ്ണവിവേചനവും എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭമാണിത്. അതുകൊണ്ട് നാളെ ഒരു നിതിൻ രാജ് ഉണ്ടാകരുത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കണം, അത് ഇൻക്ലൂസീവ് ആകണം, എല്ലാവർക്കും അന്തസ്സുണ്ടാകണം. ആ നിലയ്ക്ക് ഈ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നു. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, രോഹിത് വെമുല ആക്ട് കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ്. വലിയ പുരോഗമനം പറയുന്ന ഈ ഇടതുപക്ഷ സർക്കാർ 10 വർഷം ഭരിച്ചിട്ട് നിതിൻ രാജ് മരിച്ചപ്പോൾ SFIക്കാരെ കൊണ്ട് അവിടെ യൂണിറ്റ് തുടങ്ങുക ചെയ്ത്. എന്തിനാ യൂണിറ്റ്? നിങ്ങൾ ചെയ്യേണ്ടത് 10 വർഷം നിന്റെ പാർട്ടി ഭരിച്ചില്ലേ കേരളത്തിൽ? കർണാടക എന്ന സംസ്ഥാനത്ത് രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കി, മന്ത്രിസഭ അത് പാസാക്കി. എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? അതുകൊണ്ട് കേരളത്തിലെ ഭരണകൂടത്തിന് ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ, സത്യസന്ധത എന്നൊന്നുണ്ടെങ്കിൽ ഈ രോഹിത് വെമുല ആക്ട് എത്രയും വേഗം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ക്ലാസ് മുറികളിലും ക്യാമ്പസുകളിലും നടമാടുന്ന ഈ വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. പ്രിയമുള്ളവരെ, ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, സത്യത്തിന് വേണ്ടിയുള്ള സമരമാണ്, മനുഷ്യാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇത് ഇന്ന് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട്, കച്ചവടക്കാരുണ്ട്, പൊതുസമൂഹമുണ്ട്. നിങ്ങളുടെ എല്ലാ മക്കൾ നിങ്ങളെ വിയർപ്പൊഴുക്കി പണം കൊടുത്ത് കലാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു തരുന്നത് അവരുടെ ശവമഞ്ചങ്ങളായാൽ, അവരുടെ ശവശരീരങ്ങളായാൽ അതിൻ്റെ പേരെന്താണ്? ഈ ദുരന്തം ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ ധർമ്മ സമരത്തിൽ കേരളത്തിലെ ദളിതർക്കൊപ്പം നിതിൻ രാജിന് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ധാർമ്മികതയുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മാനവീയതയെ മാനിക്കുന്ന മുഴുവൻ മലയാളികളും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കൾ പറഞ്ഞു, ഈ സമരം ഞങ്ങൾ തകർക്കുമെന്ന്, ഈ സമരത്തോട് സഹകരിക്കില്ല എന്ന്. എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ
കഴുത്തറപ്പന്മാരായ നേതാക്കന്മാർ പറഞ്ഞത് ധിക്കരിച്ച് കേരളത്തിലെ ഒരുപാട് വ്യാപാരികൾ കടയടച്ച് ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കേരളത്തിൽ ഒട്ടുകൊള്ള ഞങ്ങളുടെ പ്രവർത്തകരോട് ഒരു ലിസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ മുഖം തിരിഞ്ഞു നിന്ന കച്ചവടക്കാരും വ്യാപാരികളും കൊള്ളക്കാരും ആരൊക്കെയാണ് എന്ന് ഓരോ നാട്ടിലും ഒന്ന് ലിസ്റ്റ് എടുത്തിട്ട് വിയർപ്പ് തുന്നിയ കുപ്പായത്തിൽ പൊടിയുന്ന പണം കൊണ്ട് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഇനി ഈ സമരത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യാപാരികളും ലാഭമുണ്ടാക്കുകയില്ല. ഈ സമരത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളെ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും. ഇപ്പോഴും പറയുന്നു, വൈകിട്ടില്ല. വ്യാപാരി വ്യവസായി സംഘടന നേതാക്കന്മാർ മാപ്പ് പറയുക, പ്രസ്താവന കൊടുക്കുക. അവസാന സമയമെങ്കിൽ ഈ സമരത്തിൽ നിങ്ങൾ പിന്തുണക്കണം. അല്ല എങ്കിൽ ഞങ്ങൾക്കറിയാം, ഈ ഞങ്ങളുടെ പണം കൊണ്ട് നീ ലാഭം ഉണ്ടാക്കുകയില്ല, ഞങ്ങളുടെ പണം കൊണ്ട് കോടികൾ ഉണ്ടാക്കുകയില്ല. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ സ്വയം ഉണ്ടാക്കാനുള്ള ഒരു സമാന്തര മാർക്കറ്റിങ്ങിനെ കുറിച്ചോ സൊസൈറ്റി സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് വ്യാപാരി വ്യവസായികൾ, കേരളത്തിലെ മാധ്യമങ്ങളും ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളും ഞങ്ങളോടൊപ്പം പിന്തുണച്ചു. തീർച്ചയായും കേരളത്തിലെ മീഡിയ പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നു, വളരെ നല്ല രീതിയിൽ ഈ വിഷയത്തെ മീഡിയ ട്രയലിന് വിധേയമാക്കിക്കൊണ്ട് ഈ പ്രക്ഷോഭത്തോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ മുമ്പ് ആദ്യമേ പറഞ്ഞ പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല നഗരങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഈ ദളിത് പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി വന്നിരിക്കുന്നു. ഇത് കേരളത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അവസാനമായി നീതി കിട്ടിയില്ല എങ്കിൽ, എത്രയും വേഗം നിതിൻ രാജിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇത് സൂചനയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ന് വൈകുന്നേരം മുതൽ ഒരാലോചന നടത്തും. അടുത്തൊരു ഘട്ടത്തിലേക്ക്, അത്യുജ്വലമായ ഒരു ബഹുജന പോരാട്ടത്തിലേക്ക് ഈ സമരത്തെ ഞങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് ഗവൺമെന്റ് കണ്ണു തുറക്കണം, എത്രയും വേഗം നീതി നടപ്പിലാക്കണം, അതിനനുസൃതമായ കാര്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ അണിചേർന്ന കേരളത്തിലെ മുഴുവൻ ജനസമൂഹങ്ങൾക്കും, ഞങ്ങളെ പിന്തുണച്ച മനുഷ്യത്വം മാനിക്കുന്ന എല്ലാ മലയാളികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ ഒരു വൻ വിജയമാക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ എല്ലാം മറന്ന് കഴിഞ്ഞ ദിവസങ്ങളോളം, ഇന്നലെ രാവും ഇന്ന് പകൽ മുഴുവൻ ഇതാ ഈ വെയിലത്ത് പോലും ഈ സമരത്തിന്റെ പങ്കാളികളായി നിൽക്കുന്ന ബഹുമാന്യരായ പ്രശസ്തരായ സംഘടനാ നേതാക്കന്മാർ, സമുദായ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കേഡർമാർ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പ്രക്ഷോഭ സമരത്തിന്റെ ഈ ഹർത്താൽ ദിനത്തിലെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ഈ കൂട്ടായ്മ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഭീം. ഈ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്